നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നൊച്ചാട് കായൽമുക്ക് ജനവാസ കേന്ദ്രത്തിൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ ബഹുജന പ്രതിഷേധം ഇരമ്പി. വാർഡ് മെമ്പർ ലിമ പാലയാട്ട് ഉദ്ഘാടനം ചെയ്തു. നൊച്ചാട് പഞ്ചായത്തിലെ 8ാം വാർഡ് കായൽമുക്ക് ചാലിൽ പറമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സ്ഥാപിക്കുന്ന ടെലിഫോൺ ടവറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ. ടവറിന് സമീപത്തായി നിരവധി വീടുകളാണ് ഉള്ളതെന്നും ജനവാസ കേന്ദ്രത്തിൽ ടവർ പണിയാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും സമീപവാസികൾ ആവശ്യപ്പെടുന്നു. ഈ പ്രദേശത്തു തന്നെ ആൾതാമസമില്ലാത്ത സ്ഥലങ്ങൾ കാണിച്ചിട്ടും അധികാരികൾ തയ്യാറാവാത്തത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നീക്കമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സമരത്തിന്റെ സന്ദേശം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. സമരമുദ്രാവാക്യം പോലെ ഇത് ടവറിനെതിരായ സമരമല്ല, അതോടൊപ്പം ഒരു വ്യക്തിക്കെതിരായ സമരമല്ല, നിയമത്തിനെതിരായ സമരമല്ല, മറിച്ച് ജനവാസ മേഖലയിൽ നിരവധി വീടുകൾക്കിടയിലായി ടവർ നിർമ്മാണം നടത്താനുള്ള നീക്കം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംഘടിതരായ ഊർജ്ജസ്വലരായ സഹോദരിമാർ ഈ ചാലിക്കര ടൗണിനെ യഥാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത്. ഈ സമരത്തിൻ്റെ സന്ദേശം ടവർ കമ്പനി ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് പിന്തിരിയണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 2 വർഷമായി സമരരംഗത്താണുള്ളത്. ജനങ്ങളുടെയും കൂടെ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ളത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രലോഭനങ്ങളും ഭീഷണി വരെ അവർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ മെനഞ്ഞാന്ന് അവർ വന്നിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കൊടിയെടുത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് തന്നിരിക്കുകയാണ്. അവരോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പ്രദേശത്തുള്ള ജനങ്ങൾ പിന്മാറുന്നത് വരെ രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറില്ല. നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരം കാണും, അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് വന്നാൽ മതി എന്നുള്ള ആണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ സമരത്തിൻ്റെ പിന്നിൽ ഉറച്ചു തന്നെ നിൽക്കും. ഈ ടവറിനെതിരായിട്ടുള്ള സമരത്തിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്ന് മാത്രം. ടവർ പണിയാൻ കുഴികളെടുത്തിട്ട് മാസങ്ങളായി. പ്രതിഷേധത്തെ തുടർന്നാണ് പണി നീണ്ടുപോകുന്നത്. യാതൊരു കാരണവശാലും ജനവാസ മേഖലയിൽ ടവർ നിർമ്മാണം പാടില്ലെന്ന നിലപാടെടുത്താണ് ചാലിൽ പറമ്പിൽ നിന്നും ചാലിക്കരയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. വാർഡ് മെമ്പർ ലിമ പാലയാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ്. ഏകദേശം 1.5-2 വർഷത്തോളം അടുത്തായി ഇവിടെ ഈ സമരം തുടരുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ചുറ്റുപാടും താമസിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, അവർ വികസനത്തിനോ അതോ ടവറിനോ ഒന്നും എതിരല്ല. അത് ജനവാസമില്ലാത്ത കുറച്ച് മാറി ചെയ്യണമെന്ന് മാത്രമാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ നമ്മളിവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഇവിടെ ടവർ വരാൻ അനുവദിക്കുന്നതല്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഇനിയും വീടുകൾ അടുത്തടുത്ത് വരാനിരിക്കുന്നു. അവരുടെ എല്ലാ സംരക്ഷണം ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രമോദ് ടവർ വന്നാലുള്ള ആശങ്ക വിശദീകരണം. അപ്പോൾ ഈ ടവറിന് വിരുദ്ധ സമിതിയായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കാരണം മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ടവറിനെതിരായിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ഒരു യുക്തിയെപ്പറ്റി പലരും സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച ആൾ പറഞ്ഞ മാതിരി തന്നെ ടവറിനോ വികസന പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഒരു സമൂഹവും ഇവിടെ നിൽക്കുന്ന കുറഞ്ഞ വീടുകളിലെ ആളുകളോ ഒന്നും എതിരല്ല. ഇതിനൊക്കെ സഹകരിച്ചും ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ ജീവിതക്രമം തന്നെയാണ് ഇവിടെ ഇത്രയും കാലം രൂപപ്പെട്ടിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നമ്മളെന്താ പറയുക, ഒരു ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രത ഏറ്റവും കൂടിയൊരവസ്ഥ. കാരണം ഒരു 10 സെന്റ് സ്ഥലത്തൊരു 5 വീട് എന്നുള്ള അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ ഈ ടവർ നിർമ്മാണം അവിടെയുള്ള ജനങ്ങളെ
ഈ ഇതിനെപ്പറ്റിയുള്ള അസ്വസ്ഥത, ഇതിനെപ്പറ്റി ഉത്കണ്ഠകൾ, ഈ ടവർ വന്നാലുണ്ടാകുന്ന പ്രതിസന്ധികൾ, റേഡിയേഷൻ, ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ആശങ്കാകുലരാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ആശങ്കകൾ അകറ്റി അവരുടെ സുഖമായ ജീവിതത്തിന് അവരുടെ അസ്വസ്ഥതകൾ അകറ്റിക്കൊണ്ട് ഒരു ആൾത്താമസമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ടവറിനുള്ള സാധ്യതകളെപ്പറ്റി പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ ഇവിടുത്തെ ടവർ വിരുദ്ധ സമിതിയും ഇവിടുന്ന് ഞങ്ങൾപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും അവരുടെ പ്രതിനിധികൾ ഒന്നിച്ച് പങ്കെടുത്തൊരു ചർച്ചയിൽ ഈ അടുത്ത് തന്നെ ഇവിടുന്ന് വളരെ ഒരു മിനിമം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ജനവാസമില്ലാത്ത സ്ഥലത്ത് ടവർ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്താനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തന സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയ രാഷ്ട്രീയ പ്രതിനിധികളും ടവർ സമിതിയിൽ ഉത്തരവാദപ്പെട്ട ആളുകളും കളക്ടർ മുഖാന്തരം ടവർ പ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് നമ്മളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും പക്ഷേ ആ നിർദ്ദേശത്തിന് അനുകൂലമായോ ആ നിർദ്ദേശത്തിനെ കണക്കിലെടുത്തുകൊണ്ടോ ഒരു തീരുമാനവും അവരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ വളരെ തന്ത്രപരമായിട്ടും ഭരണകൂട ഭീകരത പോലീസിനൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കേസെടുക്കും, ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറുടെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുക, ഹൈക്കോടതിയിൽ നിന്ന് സി അബ്ദുറഹ്മാൻ, എൻ ഹരിദാസ്, മോഹനൻ വി എം, PKK സോപ്പി, ലത്തീഫ് വി എന്നിവർ സംസാരിച്ചു. ആളുകളില്ല, ഈ പ്രദേശത്തൊന്നും ആളുകളില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഈ ടവറിന്റെ കുഴി ഇവിടെ എടുത്ത്. ഇവിടെ ഒരു കൊലപാതകം നടന്നതിന് ഇവിടെ എടുത്ത്. ആ കൊലപാതകം നടന്ന സ്ഥലത്ത് ജനങ്ങളൊക്കെ അവിടെ പോയ സമയത്താണ് ഇവിടെ ടവറിന്റെ കുഴി എടുത്ത്. ഞാനും എൻ്റെ കുടുംബം പറശ്ശിനി കടവിൽ എൻ്റെ മകൻ്റെ കുട്ടിക്ക് ചോറുകൊണ്ട് വേണ്ടി പോയ സമയത്താണ് ഈ കുഴി എടുത്ത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടാകെ മണ്ണ് കുളിച്ച് കിടക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ട് അതിന് ഇതുവരെ ഒരു മറുപടി കിട്ടിയില്ല. എൻ്റെ വീട് ഇപ്പോൾ അങ്ങനെ തന്നെ കിടക്കുക, മണ്ണ് കുളിച്ച് തന്നെ കിടക്കുക. ഇവിടെ തൊട്ടടുത്ത് 10 മീറ്റർ ചുറ്റളവിൽ 5 വീടുണ്ട്. 10 മീറ്റർ ചുറ്റളവിൽ 5 വീടുണ്ട്. ഒരു 25 മീറ്റർ ചുറ്റളവിൽ 12-13 വീടുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെയൊരു ടവർ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഈ ടവറുകാരോടും ഈ ടവർ സ്ഥല ഉടമസ്ഥനോടും ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞതാണ് ഈ ടവർ ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂല, മറ്റൊരിടത്തേക്ക് മാറ്റണം. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ കളക്ടറേറ്റ് 3-4 പ്രാവശ്യം പോയിട്ട് ബന്ധപ്പെട്ട് ADM-ഉം കളക്ടറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാണ്. അന്ന് തന്നെ ഇവരോട് ഞങ്ങൾ ഇവരെ സൗകര്യാർത്ഥം തന്നെ 4 സ്ഥലങ്ങൾ കണ്ടെത്തി അവരോട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഒരു കാര്യം തന്നെ അവർ ചെവിക്കൊള്ളില്ല. മാത്രമല്ല അവരൊരു ഭാഷ എന്നുള്ള നിലയിലാണ് ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് CA-നെ കൂട്ടി ഒരു ഇവിടെ പെർമിഷൻ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇവിടെ ഇതിന് വന്നത്, ഈ പണി ചെയ്യാൻ വന്നത്. പക്ഷെ എന്നിട്ടും ഞാൻ പിന്നെ ഒരു 5 മീറ്ററോടെയും വീടുകൾ തമ്മിലുള്ള ഞങ്ങൾക്ക് 2 വീടും വരാനുണ്ട് ഇവിടെ തന്നെ. അത് അങ്ങനെ ആകുമ്പോൾ 1 മീറ്ററോടെയും വിടുകയില്ല. ടവറുകാരോട് യാതൊരു എതിർപ്പുമില്ല. വികസനത്തിന് ഞങ്ങൾ എതിരല്ല. ടവർ വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ജനവാസ മേഖലയിൽ നിന്ന് മാത്രം ഒഴിവാക്കി തരണമെന്ന് പറയുന്നത്. ജനങ്ങളില്ലാത്ത വീടുകൾ കൂടുതലില്ലാത്ത മേഖലകളിലേക്ക് മാറ്റണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ എല്ലാ കാലങ്ങളായിട്ട് 1.5 വർഷത്തോളമായി ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇതൊന്ന് മാറ്റണം. അത്രയും അടുത്ത് 1 മീറ്ററോളം ഇത് നിങ്ങൾക്ക് തിരിച്ചൊന്ന് പിടിച്ചാൽ ക്യാമറ പിടിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. 1 മീറ്ററോളം അടുത്ത് കിടക്കുകയാണ് വീടുകളൊക്കെ. അതൊന്ന് ഒഴിവാക്കി തന്നിട്ട് വീടുകളില്ലാത്ത സ്ഥലത്തേക്ക് ഇതൊന്ന് മാറ്റണം. KM കുഞ്ഞികൃഷ്ണൻ നായർ, രജിന, ഷെഫീന, രവീന്ദ്രൻ C എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.